പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വിരമിച്ച മിനിസ്റ്റീരിയൽ ജീവനക്കാരുടെ സ്നേഹസംഗമം ജൂലൈ 13-ന് പെൻഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ തെള്ളകം ചൈതന്യ പാസ്റ്റർ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്നേ ദിവസം രാവിലെ 10-ന് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP സംഗമം ഉദ്ഘാടനം ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മുഖ്യാതിഥി ആയിരിക്കും. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് VB ബിനു, ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് എന്നിവർ പ്രസംഗിക്കും. യോഗത്തിൽ പെൻഷനേഴ്സ് ഫോറം കൺവീനർ B രാജീവ് അധ്യക്ഷത വഹിക്കും. സംഘടനാ നേതാക്കളായ PN വിജയൻ, PP ശാന്തകുമാരി, C അമ്മിണി തുടങ്ങിയവർ പ്രസംഗിക്കും. സംഘടനയിലെ മുതിർന്ന അംഗങ്ങളെ മൊമന്റോ നൽകി ആദരിക്കും. ഉച്ചകഴിഞ്ഞ് 2-ന് R കൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സെമിനാറിൽ പെൻഷനേഴ്സ് അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങളെ സംബന്ധിച്ച പ്രമേയം കുറിച്ചി സദൻ അവതരിപ്പിക്കും. G ഉഷാറാണി, VI ഇമ്മാനുവൽ തുടങ്ങിയവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ കൺവീനർ B രാജീവ്, സംഘടനാ നേതാക്കളായ PP ശാന്തകുമാരി, EG ശോഭന, CR മംഗളം, VI ഇമ്മാനുവൽ, സുഗു പോൾ എന്നിവർ പങ്കെടുത്തു. ഈ വരുന്ന 13-ാം തീയതി ശനിയാഴ്ച വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വിരമിച്ച മിനിസ്റ്റീരിയൽ ജീവനക്കാരുടെ സംഗമം തെള്ളകം ചൈതന്യ പാസ്റ്റർ സെന്ററിൽ വെച്ച് നടത്തുകയാണ്. എല്ലാ വർഷവും ഇതുപോലെയുള്ള പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഭൂരിഭാഗം പേരും കോട്ടയം ജില്ലയിൽ നിന്നുള്ളവരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, വൈക്കം, പാല, ചങ്ങനാശ്ശേരി തുടങ്ങിയ എല്ലാ പ്രദേശത്തു നിന്നുമുള്ള ആൾക്കാർ അന്നേ ദിവസം രാവിലെ 9:30 മണിക്ക് ഇവിടെ എത്തിച്ചേരും. ഈ സ്റ്റാഫിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അടിമയില്ല. എല്ലാവരും എല്ലാ പാർട്ടിയിലുമുള്ള ആൾക്കാരുടെ ഒരു ഒത്തൊരുമയോടെ പോകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ആണ്. അതിന് കാരണമുണ്ട്, അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരുന്ന കാലത്താണ് അദ്ദേഹത്തിൻ്റെ ശ്രമപരമായിട്ടാണ് എഡ്യൂക്കേഷൻ കോംപ്ലക്സ് വൈസ്കരക്കുന്നേൽ ഞങ്ങളുടെ ആവശ്യപ്രകാരം അതിന് പണം അനുവദിക്കുകയും നിർമ്മാണം നടത്തുകയും ഇപ്പോൾ ആ ഓഫീസിലാണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസർ, DE ഓഫീസർ, AE ഓഫീസ് എല്ലാം നടത്തുന്നത്. I4U ന്യൂസ്, ഏറ്റുമാനൂർ.